कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे ഇന്ന് നമ്മൾ പറയാൻ പോണത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയുന്നത് അധ്യായം 5 അധ്യായം 5 എന്ന് പറഞ്ഞാൽ ബ്രഹ്മോപദേശമാണ്. അതിപ്രസിദ്ധമായ ബ്രഹ്മോപദേശം എന്നുള്ള അധ്യായമാണ് നമ്മൾ പറയണത്. ഇപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ബ്രഹ്മോപദേശം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മം പരന്താമ തന്നെയാണ്. ബ്രഹ്മാഹം പരമം പദം, അത് തന്നെയാണ് ബ്രഹ്മോപദേശം. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം ഞാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീശുഖ ബ്രഹ്മർഷി ചോദിച്ചു, വല്ലതും അറിയാണ്ടോ? ചോദിച്ചില്ല. എന്നിട്ട് പറയാണ്, അങ്ങേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണകഥകൾ ഇത്ര നേരം കേട്ടില്ലേ? അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ ബ്രഹ്മോപദേശം തരാം. അങ്ങനെ യാതൊരു കാരണവശാലും തക്ഷകം കടിക്കുന്ന പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. കുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം, കുടം പൊട്ടിക്കഴിഞ്ഞാൽ അതുവരെ കുടത്തിൻ്റെ ഉള്ളിലാണ് ആകാശം ഇരിക്കുന്നത്. ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആകാശം എവിടേക്ക് ലയിക്കും? സാധാരണ ആകാശത്തിലേക്ക് ലയിക്കും. ഇത്രയല്ലേ ഉള്ളൂ. കുടത്തിൻ്റെ ഉള്ളിലൊരാകാശം, ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് ലയിക്കുന്നു. അതുമാതിരിയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ പരമാത്മാവിലേക്ക് ലയിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ കുടം പൊട്ടുന്ന വരെയുള്ളൂ. അതുകൊണ്ട് അതൊന്നും വിചാരിക്കണ്ട. പിന്നെ എങ്ങനെയാ? സ്വപ്നം കാണുമ്പോൾ നമ്മൾ പലതും സ്വപ്നം കാണില്ലേ? തല പോയി നടക്കുന്ന സ്വപ്നം കാണില്ലേ? തല പോയിട്ടുണ്ടാവോ? ഉറക്കമുള്ള തല അവിടെ തന്നെ അല്ലേ? അത്രയേ ഉള്ളൂ. ഒരു സ്വപ്നം മാതിരിയേ ഉള്ളൂ ഈ ജീവിതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഇതുണ്ടോ? അതുകൊണ്ട് അങ്ങ് ഒരിക്കലും മരിക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? ജനിച്ചിട്ടില്ല. ജനിച്ച ഒരാളല്ലേ മരിക്കുള്ളൂ. അങ്ങ് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്നെങ്ങനെയാണ് ജനിക്കും മരിക്കും ചെയ്യുക? അഹം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ബ്രഹ്മമാണ്, ബ്രഹ്മം അങ്ങാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഇനി ജനിക്കൂല, മരിക്കൂല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ തക്ഷകം വന്നിട്ട് അങ്ങയുടെ ശരീരത്തെ കടിച്ചു കൊള്ളട്ടെ, അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് ഉറച്ചുണ്ട്. സച്ചിദാനന്ദ സ്വരൂപിയായ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഞാൻ തന്നെ ശ്രീകൃഷ്ണനാണ്. ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഞാൻ തന്നെയാണ്. അങ്ങനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് വയ്ക്കൂ മനസ്സിനെ എന്ന് പറഞ്ഞ് ഇനി പരീക്ഷിച്ച് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു ശ്രീശുഖ ബ്രഹ്മർഷിയെ പറഞ്ഞതേ. അപ്പോൾ അതൊക്കെ അനുഭവത്തിൽ വരി. അങ്ങനെ ശ്രീശുഖ ബ്രഹ്മർഷി അത് അനുഭവത്തിലാക്കി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുകയാണ്. വല്ലതും അറിയാനുണ്ടോ അങ്ങേക്ക് എന്ന് ചോദിക്കുകയാണ്. കാരണം ശ്രീശുഖ ബ്രഹ്മർഷിക്ക് കാണാണ്ട് ആറ്റത്തുനിന്ന് തക്ഷകൻ ഇങ്ങനെ വരണത്. അപ്പോൾ വല്ല അറിയണം എന്നാണ് പരീക്ഷത്തിൻ്റെ മോഹം എന്ന് വെച്ചാൽ പരീക്ഷിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശുഖ ബ്രഹ്മർഷി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക, അവിടെ നിൽക്കുക, വരാറായിട്ടില്ല എന്നപ്പോൾ തക്ഷകൻ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി വല്ലതും അറിയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പരീക്ഷത്ത് പറയാം ഒന്നും അറിയാനില്ല എന്നാണ് അടുത്ത അധ്യായത്തിൽ ഗംഭീരമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ നീ ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഭഗവാൻ തന്നെയാണ് നീ എന്നുള്ള അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ബ്രഹ്മോപദേശമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.